UDF ഭരിക്കുന്ന പഞ്ചായത്തിനെതിരെ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ മാർച്ച് കോട്ടയം ജില്ലയിലെ മാടപ്പള്ളി പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയാണ് ഇത്തരത്തിൽ ഡിവൈഎഫ്ഐയുടെ ഒരു പ്രതിഷേധ മാർച്ച് നടക്കുന്നത്. പഞ്ചായത്ത് സൗജന്യമായി വിതരണം ചെയ്ത കുടിവെള്ളത്തിൽ നിന്ന് നിരവധി ആളുകൾക്ക് മഞ്ഞപ്പിത്തം പിടിപെട്ടു എന്നൊരു പരാതി കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നിരുന്നതാണ്. ഏതാണ്ട് 25-ലധികം ആളുകൾ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് കുടിവെള്ളം വിതരണം ചെയ്തതിൽ പഞ്ചായത്തിന് വീഴ്ച സംഭവിച്ചു, അല്ലെങ്കിൽ വേണ്ട മുൻകരുതലുകൾ എടുത്തില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഈ പഞ്ചായത്തിനെതിരെ ഒരു പ്രതിഷേധ മാർച്ച് നടക്കുന്നത്. വെള്ളം കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ആസൂത്രണ സമിതിയുടെ യോഗം വിളിച്ചു കൂട്ടണം. പഞ്ചായത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകരുടെ യോഗം വിളിച്ചു കൂട്ടിക്കൊണ്ട്, ആരോഗ്യ പ്രവർത്തകർ അടക്കമുള്ളവരുടെ യോഗം വിളിച്ചു കൂട്ടിക്കൊണ്ട് രൂക്ഷമായിട്ടുള്ള പ്രദേശങ്ങളിൽ വെള്ളം എത്തിച്ചു കൊടുക്കുന്നതിനുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കണം. അതിന് വാഹനം എടുക്കുന്നതിനും മറ്റും ടെൻഡർ, ഇതിൻ്റെ എന്തുമാത്രം വെള്ളം കൊടുക്കണം അതിൻ്റെ ദൂരത്തിൻ്റെ അനുസരിച്ച് ടെൻഡർ നടപടി സ്വീകരിക്കും. ആ ടെൻഡറിൽ പലതര അപേക്ഷകൾ വരുമ്പോൾ അത് പരിശോധിക്കപ്പെട്ടിട്ടാണ് നമ്മൾ അത് അംഗീകരിക്കുന്നത്. അംഗീകരിക്കുമ്പോൾ നമ്മൾ വെള്ളം കൊടുക്കേണ്ടത് ഗവൺമെൻറ് വാട്ടർ അതോറിറ്റിയുടെ വെള്ളം എടുത്തു കൊടുക്കേണ്ടത്. എല്ലാ കാലഘട്ടങ്ങളിലും ഞാനും ദീർഘകാലം പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ഒരാളാണ്. വാട്ടർ അതോറിറ്റിയുടെ വെള്ളം എടുത്തു കൊടുക്കുമ്പോഴാണ് നമുക്ക് സുരക്ഷമായിട്ട്. ഇവിടെ മാടപ്പള്ളി പഞ്ചായത്തിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, മാടപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഈ 2 നടപടികളും പൂർത്തീകരിച്ചിട്ടില്ല. ആരോഗ്യ പ്രവർത്തകരുടെ യോഗം വിളിച്ചു കൂട്ടിയിട്ടില്ല. ഈ വെള്ളം എത്തിച്ചു കൊടുക്കുന്നത് എവിടെ നിന്നുള്ള തീരുമാനമെടുത്തിട്ടില്ല. തങ്ങൾക്ക് താല്പര്യമുള്ള ഒരാളെ കണ്ടെത്തിക്കൊണ്ട് അവർ കൊടുത്ത കൊട്ടേഷൻ്റെ അടിസ്ഥാനത്തിൽ അവർ കൊടുത്ത വെള്ളമാണിത്. അതിൻ്റെ വെള്ളത്തിൻ്റെ വിവിധമായിട്ടുള്ള പരിശോധനകൾ നടത്തിയിട്ടില്ല. ആ പരിശോധന നടത്താതെ മലിനമായ ജലം കൊടുത്തതിൻ്റെ ഏറ്റവും വലിയ ദുരന്തമാണ് നമ്മളിപ്പോൾ ഇന്ന് കാണുന്നത്. നമ്മളിപ്പോൾ ഇതിൻ്റെ എല്ലാ വശങ്ങളിലേക്കും എത്ര പേരുണ്ടെന്നുള്ള വിവരം പൂർണ്ണമായിട്ട് അറിഞ്ഞിട്ടില്ല. ഒരു പ്രാഥമികമായിട്ട് ഈ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ പൊതിച്ചോറുമായിട്ട് വിതരണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വീടുകളിൽ സന്ദർശിച്ചപ്പോഴാണ് മഞ്ഞപ്പിത്തത്തിൻ്റെ ഗൗരവം അറിയുന്നത്. അവർ നടത്തിയ ഒരു പ്രാഥമിക അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറം ഈ മഞ്ഞപ്പിത്തം ബാധിച്ച് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നേടിയിട്ടുള്ളവരുണ്ട്. സർക്കാർ ആശുപത്രിയിലും പ്രാഥമിക ആശുപത്രിയിലും ഇവർക്ക് വന്ന പെശകും തെറ്റും തിരുത്തിക്കൊണ്ട് ഈ അസുഖം ബാധിച്ചവരെ സഹായിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം. മാടപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഇതിനകത്ത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. പുതിയ ജനപ്രതിനിധികൾ വരുമ്പോൾ അവരറിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് വേണം. ഇതുപോലുള്ള മനുഷ്യജീവന് തരി പോലും വില കൽപ്പിക്കാത്ത ഒരു സംവിധാനമാണ് ഇവിടെ നടത്തിയത്. അതിൻ്റെ ദുരന്തമാണ് ഇപ്പം നമ്മളിവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. CPIM-നും ഡിവൈഎഫ്ഐക്ക് ഇവിടെ ബോധ്യപ്പെട്ടു. ഇപ്പോൾ ഞങ്ങളിത് വിവരാവകാശം വെച്ച് ചോദിക്കാൻ, ഡിവൈഎഫ്ഐ വിവരാവകാശം വെച്ച് ചോദിക്കാൻ പോവുകയാണ്. ഈ കുടിവെള്ള വിതരണം ഏത് ഏജൻസി, ഏത് കമ്മിറ്റി തീരുമാനം, ആരെല്ലാം ആ കമ്മിറ്റിയിൽ പങ്കെടുത്തു, ആരുമായിട്ടാണ് പഞ്ചായത്ത് സെക്രട്ടറി എഗ്രിമെൻ്റ് വെച്ചിട്ടുള്ളതും എവിടുന്നാണ് ഈ വെള്ളം കൊടുത്തിട്ടുള്ളത് കാര്യങ്ങളെപ്പറ്റി വിശദമായിട്ടൊരു പഠനം നടത്തിയിട്ട് ഞങ്ങളത് അതിൻ്റെ ബോർഡ് എല്ലാ സ്ഥലത്തും പ്രദർശിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. മാടപ്പള്ളി പഞ്ചായത്തിലെ കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത് ഒരു ഗുരുതരമായ വലിയ ഗൗരവമേറിയ ഒരു പ്രശ്നമാണ്. കാരണം ആ കുടിവെള്ളം വിതരണം ചെയ്ത പ്രദേശങ്ങളിലെല്ലാം വ്യാപകമായി മഞ്ഞപ്പിത്തം പടർന്നു പിടിച്ചായിട്ടാണ് നിരവധി ആളുകൾ ഇപ്പോൾ ആശുപത്രിയിലാണ്. ചങ്ങനാശ്ശേരിയിൽ CPM-ൻ്റെ നേതൃത്വം ഈ ആശുപത്രികളിൽ അഡ്മിറ്റായിരിക്കുന്ന മുഴുവൻ രോഗികളുടെയും വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ തീരുമാനിക്കുകയാണ്. ആ ആളുകളെ മുഴുവൻ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും അടിയന്തരമായ ഇടപെടലുകളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാം നിർധനരായ ആളുകളാണ്, കൂടുതലും നമ്മുടെ സെറ്റിൽമെൻറ്റുകളിൽ താമസിക്കുന്ന ആളുകളാണ്. അവർക്ക് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ആവശ്യമായ ചികിത്സ നടത്തുന്നതിന് വേണ്ടി പോലും കഴിയാത്ത ആളുകളാണ്. അവരുടെ വീട് പട്ടിണിയിലായി പോകും. ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന സമയമാണ്. അവരുടെ വീടുകളിൽ മറ്റു കാര്യങ്ങളൊന്നും ചെലവുകൾ പോലും നടക്കാത്ത സാഹചര്യമുണ്ട്. അങ്ങനെ അവരുടെ കുടുംബജീവിതം മുഴുവൻ താളം തെറ്റുന്ന, അവർ ജോലിക്ക് പോകാത്തതിൻ്റെ താളം തെറ്റുന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. കൂടാതെ 25 എന്നുള്ളത് ഇനിയും വർദ്ധിച്ച് 100 പേർക്ക് ആശുപത്രിയിൽ ചികിത്സയിലേക്ക് പോകേണ്ട സ്ഥിതി ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിൽ ആ കാര്യങ്ങൾ ആലോചിക്കും. യുവജന പ്രസ്ഥാനത്തിൻ്റെ നല്ലൊരു ഇടപെടൽ അവരെ സഹായിക്കുന്നതിന് വേണ്ടി, അവരുടെ രോഗാവസ്ഥയിൽ അവരുടെ കുടുംബത്തിൻ്റെ അരക്ഷിതാവസ്ഥ മാറ്റുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ ഉണ്ടാവും.
നമുക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഈ പഞ്ചായത്ത് കൃത്യമായിട്ടൊരു സഹായം, ധനസഹായം കൊടുക്കണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. അസുഖബാധിതരായ മുഴുവൻ ആളുകൾക്കും പഞ്ചായത്ത് അടിയന്തരമായ ചികിത്സാ സഹായം ലഭ്യമാക്കണം. അവർക്ക് ആവശ്യമായ മറ്റ് സഹായങ്ങൾ എത്തിച്ചു കൊടുക്കണം. അവരുടെ ചികിത്സാ ചെലവ് പൂർണ്ണമായിട്ടും പഞ്ചായത്ത് ഏറ്റെടുക്കണം എന്നാണ് ഞങ്ങൾക്ക് ഇതിലൂടെ ആവശ്യപ്പെടാനുള്ളത്. ഞങ്ങളാൽ കഴിയുന്ന തരത്തിൽ നാട്ടിലെ പൊതുപ്രവർത്തകർ എന്ന നിലയിൽ മാടപ്പള്ളി പ്രദേശത്തെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ആളുകളും ഇവിടുത്തെ പാർട്ടി നേതാക്കന്മാരും അത് ഏറ്റെടുക്കുന്നതിന് വേണ്ടി ആവശ്യമായ നിർദ്ദേശങ്ങൾ അവർക്ക് നൽകി കഴിഞ്ഞിട്ടുണ്ട്. അവരത് നല്ല രീതിയിൽ ചെയ്യും എന്നാണ് പറയാനുള്ളത്. കൃത്യമായി എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചു തന്നെയാണ് കുടിവെള്ളം വിതരണം ചെയ്തത് എന്നും അതിൽ പഞ്ചായത്തിന് യാതൊരു തരത്തിലുള്ള വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്നുമാണ് ഈ വിഷയത്തിൽ പഞ്ചായത്തിന്റെ വിശദീകരണം. ഇത്തരത്തിൽ അസുഖങ്ങൾ റിപ്പോർട്ട് ചെയ്ത അതേ സമയത്ത് തന്നെ കുടിവെള്ള വിതരണം നിർത്തിവെച്ചു എന്നും ആ വെള്ളം രണ്ടാമത് വീണ്ടും പരിശോധനയ്ക്കായി അയച്ചു എന്നുമാണ് നിലവിൽ പഞ്ചായത്ത് ഭരണസമിതി ഈ വിഷയത്തിൽ പറയുന്നത്. കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിന്നും ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.